ബ്രസീലിന്റെ പുതിയ കോച്ച് ആരായിരിക്കും? ഒരു ഭാഗത്ത് ക്ലോപ്പ് ഉണ്ടായിരുന്നു, ഒരു ഭാഗത്ത് അൻസലോട്ടി ഉണ്ടായിരുന്നു, വേറൊരു ഭാഗത്ത് ജോർജ് ജീസസ് ഉണ്ടായിരുന്നു, അൽഹിലാന്റെ കോച്ച് അല്ലെ. ക്ലോപ്പിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. കാരണം ബ്രസീൽ തന്നെ ക്ലോപ്പിന്റെ കാര്യത്തിൽ ഒരു ലൂസ് ഇട്ടിരുന്നു ആദ്യം. ക്ലോപ്പ് ആർബിയിൽ അൺഹാപ്പിയാണ്. ഗ്ലോബൽ സ്പോർട്സ് ഡയറക്ടറാണ് ക്ലോപ്പ്. ആ ഒരു ലെവലിൽ അദ്ദേഹം അൺഹാപ്പിയാണ്. അദ്ദേഹം ഒരു മാനേജർ ലെവലിലേക്ക് തന്നെ വരാം. സോ ട്രാൻസ്ഫർ നടക്കാമെന്ന് പറഞ്ഞ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ ഫെബ്രീസിയോ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലോപ്പിന്റെ കാര്യത്തിൽ ഒരു ന്യൂസ് വിട്ടിട്ടുണ്ട്. ഗ്ലോബൽ സ്പോർട്ട് ഡയറക്ടറായി അദ്ദേഹം 2029 വരെ ആർബിയിൽ തന്നെ തുടരുമെന്നാണ് പറയുന്നത്. സോ ക്ലോപ്പിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനം. ക്ലോപ്പ് ട്രാൻസ്ഫറിലേക്കോ റിയൽ മാഡ്രിഡിലേക്കോ അല്ലെങ്കിൽ ബ്രസീലിലേക്കോ വരാനൊന്നും സാധ്യതയില്ല. ഇനിയുള്ളത് ജോർജ് ജീസസ് ആണ്, അതല്ലെങ്കിൽ കാർലോസ് അൻസലോട്ടി. ബ്രസീലിന്റെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ബ്രസീലിനെ സംബന്ധിച്ച് ഒരു ലെജൻഡറി കോച്ച് ആവശ്യമാണ്. അത്രയും ദയനീയമായ അവസ്ഥയിലൂടെയാണ് ബ്രസീൽ കടന്നു പോകുന്നത്. സോ ബ്രസീലിന് കാർലോസ് അൻസലോട്ടി തന്നെ വരണം. കാരണം ഡോറിഗൽ ജൂനിയർ കോച്ചായി വന്നു, ഒരു കിഡിലൻ സ്ക്വാഡ് നമ്മളെ മുന്നിൽ തന്നു. ബ്രസീൽ ഫാൻസിനോ ഫുട്ബോൾ ലോകത്തിനോ അറിയാത്ത ഒരുപാട് പേരുകൾ, താഴ്ന്ന ലീഗിൽ കളിക്കുന്ന അല്ലെങ്കിൽ ബ്രസീലിയൻ ക്ലബിൽ കളിക്കുന്ന ഒരുപാട് പേരുകൾ ഉണ്ടായിരുന്നു. നമുക്ക് തന്നെ അറിയാത്ത ഒരുപാട് പേരുകളായിരുന്നു. അങ്ങനെ ഒരു മികച്ച സ്ക്വാഡ് ഇറക്കി. കൊളംബിയയുമായിട്ട് ഓക്കെ പെർഫോമൻസ്. അർജന്റീനയുമായിട്ടുള്ള കളിയിൽ തലകുത്തി വീണു. കിഡിലൻ ബാക്ക് ലൈനൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന പോലെയാണ് അർജന്റീന പ്ലേയേഴ്സ് ഗോളുകൾ അടിച്ചു വിട്ടത്. സൈമണൊക്കെ അടിച്ച പോലെ എന്താന്നാ പറയുന്നത്. അതുകൊണ്ട് ബ്രസീലിനെ സംബന്ധിച്ച് ഒരു ലെജൻഡറി കോച്ച് ആവശ്യമാണ്. കാർലോസ് അൻസലോട്ടി തന്നെ വരണം. അൻസലോട്ടി വരാനുള്ള സാധ്യതകൾ ഇവിടെ കിടക്കുന്നുണ്ട്. കാരണം റിയൽ മാഡ്രിഡ് ആർസണൽ മാച്ചും ഹോമിലും എവയിലും റിയൽ മാഡ്രിഡ് തലകുത്തി വീണു. 18 മണി എടുത്തിട്ടും റിയൽ മാഡ്രിഡിന് ഒരു നല്ല ഷോട്ട് ഉണ്ടാകട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ടീം വർക്ക് ഗോളോ അടിക്കാൻ പറ്റിയിട്ടില്ല. ആർസണലാണെങ്കിൽ ഹോം മാച്ചിൽ കിട്ടില്ല പെർഫോമൻസ്. റിയൽ മാഡ്രിഡിന്റെ ഹോം മാച്ചിൽ തന്നെ കിട്ടില്ല ടീം വർക്ക് ഗോളുകളാണ് ആർസണൽ അടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ ടീമുകളുമായിട്ടും ഒരുപാട് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട് റിയൽ മാഡ്രിഡ് ഈ സീസണിൽ. ബാഴ്സലോണയുമായിട്ടുള്ള 2 കളി പരാജയപ്പെട്ടു. ബാഴ്സലോണയുടെ 2ാം സ്ഥാനത്താണ് ലാലിഗയിൽ. യുഎഫ്എ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ ആർസണലിനെതിരെ പുറത്തായി. ഈ സീസണിൽ ഒരുപാട് ഗോളുകൾ കൺസീഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ സീസൺ ഓവറോൾ ഒരു ബാഡ് പെർഫോമൻസ് ആണ് റിയൽ മാഡ്രിഡിന്റെ ഭാഗത്ത്. അതുകൊണ്ട് റിയൽ മാഡ്രിഡിന്റെ ടീമിൽ ഒരു എൻ്റയർ ചേഞ്ചസ് നടക്കുന്നത് വളരെ അനുകൂലമായിട്ടുള്ള കാര്യമാണ്. സോ ട്രാൻസ്ഫറുകൾ നടക്കാം, കോച്ചിന്റെ കാര്യത്തിൽ ട്രാൻസ്ഫർ നടക്കാം, അതുപോലെ തന്നെ പ്ലേയേഴ്സിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്താം. അതുകൊണ്ട് കാർലോസ് അൻസലോട്ടി ടീം വിടാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. അങ്ങനെയാകുമ്പോൾ റിയൽ മാഡ്രിഡിന് ഒരു കോച്ച് വേണമല്ലോ. അതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു പേര് എന്ന് പറയുന്നത് സാബി അലോൺസോയാണ്, ലെവർകുസന്റെ ഇപ്പോഴത്തെ കോച്ച്. നമുക്കറിയാം സാബി അലോൺസോന്റെ ഡ്രീം പൊസിഷൻ ആണ്, അല്ലെങ്കിൽ ഡ്രീം പ്ലേസ് ആണ് റിയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് റിയൽ മാഡ്രിഡിനെ കോച്ചായിട്ട് എനിക്ക് റിയൽ മാഡ്രിഡിനെ എന്ത് ചെയ്യണം, പരിശീലിപ്പിക്കണമെന്ന്. സോ സാബി അലോൺസോ ടു റിയൽ മാഡ്രിഡ് നടക്കും. കാർലോസ് അൻസലോട്ടി ടു ബ്രസീൽ, അതാണ് നടക്കേണ്ടത്. അങ്ങനെ നടന്നാലേ കാര്യമുള്ളൂ. ബ്രസീലിനെ സംബന്ധിച്ച് ഒരു ലെജൻഡറി കോച്ച് ആവശ്യമാണ്. എങ്കിൽ മാത്രമാണ് എല്ലാ സ്പേസിലും എല്ലാ പൊസിഷനിലും കളിക്കുന്ന നല്ല സ്ക്വാഡ് വേണം ഇറങ്ങാൻ. അങ്ങനെയാണെങ്കിൽ മികച്ച സ്ക്വാഡ് ഇറങ്ങി കഴിഞ്ഞാൽ വേൾഡ് കപ്പ് അടിക്കാം. കാർലോസ് അൻസലോട്ടി ബ്രസീലിന്റെ കോച്ച് വരികയാണെങ്കിൽ ആരാധകരുടെ പ്രതീക്ഷ കൂടും. ബ്രസീലിന്റെ ടീമിന്റെ ഓരോ പ്ലേയേഴ്സിനും കോൺഫിഡന്റ് കൂടും. അൻസലോട്ടി ആരെന്ന് നമുക്കറിയാം. അദ്ദേഹം കോച്ചായിട്ട് നെയ്മർ നായകനായി ബ്രസീലിലേക്ക് ഇറങ്ങുന്ന ഒരു കിടിലൻ സ്ക്വാഡിനെ പറ്റി ആലോചിച്ചുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് 2026 വേൾഡ് കപ്പിൽ തീർച്ചയായിട്ടും അൻസലോട്ടി ടു ബ്രസീൽ നടക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ട്രാൻസ്ഫർ തന്നെ നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ബ്രസീൽ ഫാൻസിന് ഒരുപാട് സ്വപ്നങ്ങൾ കാണും. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള കമന്റുകളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ബൈ, ഇറ്റ്സ് മീ.